നമസ്കാരം. LG വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേശീയപാത 66 പറവൂർ പാലം ഉയർത്തി നിർമ്മിക്കുവാൻ ധാരണയായി. ഡെപ്യൂട്ടി കളക്ടറും NH ഓറിയന്റൽ കമ്പനി ഉദ്യോഗസ്ഥരുമടങ്ങിയ സംയുക്ത പരിശോധനയിലാണ് തീരുമാനം. MN ചന്ദ്രന്റെ 11ാമത് ചരമവാർഷിക അനുസ്മരണം സംഘടിപ്പിച്ച് പറവൂർ താലൂക്ക് സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക്. TJ വിനോദ് MLA ഉദ്ഘാടനം ചെയ്തു. തേനത്തുരുത്ത് പ്രിയദർശിനി സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ രാജീവ് ഗാന്ധി അനുസ്മരണം സംഘടിപ്പിച്ചു. മിൽമ എറണാകുളം മേഖലാ ചെയർമാൻ MT ജയൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ദേശീയപാത 66 പറവൂർ പാലം ഉയർത്തി നിർമ്മിക്കുവാൻ ധാരണയായി. ഡെപ്യൂട്ടി കളക്ടറും NH ഓറിയന്റൽ കമ്പനി ഉദ്യോഗസ്ഥരുമടങ്ങിയ സംയുക്ത പരിശോധനയിലാണ് തീരുമാനം. നാഷണൽ ഹൈവേയുടെ ഭാഗമായി നിർമ്മിക്കുന്ന പറവൂർ പാലത്തിന് ഉയരം കുറഞ്ഞതായി പരാതി ഉയർന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിൽ NH ഓറിയന്റൽ കമ്പനി ഉദ്യോഗസ്ഥരും അടങ്ങിയ സംയുക്ത പരിശോധനയിലാണ് തീരുമാനം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ജില്ലാ കളക്ടർക്ക് നൽകിയ പരാതിയെ തുടർന്നായിരുന്നു സംയുക്ത പരിശോധന. ചൊവ്വാഴ്ച രാവിലെ വടക്കേക്കര പഞ്ചായത്തിൽ നിന്നുമാണ് പരിശോധന ആരംഭിച്ചത്. തുടർന്ന് ചിറ്റാറ്റുകര, പറവൂർ നഗരസഭ എന്നിവിടങ്ങളിലെ മുഴുവൻ പരാതികളും പരിശോധിച്ചു. പറവൂർ പാലത്തിന് ഉയരം കൂട്ടുന്നതിനൊപ്പം പാലത്തിന് സമീപത്തുകൂടി പൂയപ്പള്ളിയിലേക്കും സർവീസ് റോഡിലേക്കും പ്രവേശിക്കുവാൻ അണ്ടർപാസ് വേണമെന്ന ആവശ്യം അംഗീകരിക്കണമെന്ന് ഡെപ്യൂട്ടി കളക്ടർ NH ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടർ അബ്ബാസ്, നാഷണൽ ഹൈവേ അതോറിറ്റി മാനേജർ ജോൺ ജീവൻ ജോസഫ്, വടക്കേക്കര, ചിറ്റാറ്റുകര പഞ്ചായത്തുകളിലെയും പറവൂർ നഗരസഭയിലെയും ജനപ്രതിനിധികൾ, പ്രതിപക്ഷ നേതാവിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ്, ഓറിയന്റൽ കമ്പനി ജീവനക്കാർ, KSEB, വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ എന്നിവർ സംയുക്ത പരിശോധനയിൽ പങ്കെടുത്തു. പറവൂർ പാലത്തിന് ഉയരം കൂട്ടുന്നതിനും നഗരസഭ നൽകിയ മറ്റു പരാതികളിലും പരിഹാരം കാണാൻ കഴിഞ്ഞതായി ചെയർപേഴ്സൺ ബീന ശശിധരൻ പറഞ്ഞു. NHന്റെ വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിലുള്ള പ്രശ്നങ്ങൾ, അതായത് പാലത്തിന്റെ ഹൈറ്റ് നിലവിൽ ഉള്ള പറവൂർ പാലത്തിൻ്റെ ഹൈറ്റിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടി നമ്മൾ പല പ്രാവശ്യമായി NHും അതേപോലെ തന്നെ കളക്ടറുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡെപ്യൂട്ടി കളക്ടറും NH അധികൃതരും വാട്ടർ അതോറിറ്റി എല്ലാം സംയുക്തമായ ഒരു പരിശോധനയാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ പാലത്തിൻ്റെ ഹൈറ്റ് കൂട്ടാമെന്നും അതിൻ്റെ വിട്ട് അതും കൂട്ടി അവിടുത്തെ ജലഗതാഗതം സുഗമമാക്കുന്നതിനും അതേപോലെ തന്നെ അവിടെ ഒരു അണ്ടർപാസും അതും എല്ലാ കാര്യങ്ങളും അവിടുത്തെ പാലത്തിൻ്റേത് അവരെല്ലാം സമ്മതിച്ചു പോയിട്ടുണ്ട്. അതെല്ലാം നമ്മൾ പറഞ്ഞ രീതിയിലേക്ക് ചെയ്യുന്നതാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വിവിധ വാർഡുകളിലേക്ക് NHന്റെ വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിലുള്ള തോടുകളും കാനകളും മൂടപ്പെട്ടു പോയിട്ടുണ്ട്, അത് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നീരൊഴുക്കെല്ലാം സുഗമമാക്കുന്നതിന് വേണ്ടി അതെല്ലാം ഡെപ്യൂട്ടി കളക്ടർക്കും NH അധികൃതർക്കും അതെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതെല്ലാം നമ്മൾ ആവശ്യപ്പെട്ട പ്രകാരമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്ത് നീരൊഴുക്കെല്ലാം വെള്ളം സുഗമമായി ഒഴുകുന്നതിനുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്യാന്നുള്ള വാട്ടർ അതോറിറ്റിയുടെ അതേപോലെ തന്നെ പൈപ്പുകൾ പൊട്ടിയിട്ടുണ്ട് NHന്റെ വർക്കുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അത് എൻക്യാപ്പ് ഇട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുമെല്ലാം ചെയ്ത് നേരെയാക്കിത്തരാം, ശരിയാക്കിത്തരാം എന്നുള്ള ഉറപ്പിന്മേലാണ് നമ്മൾ ഇന്നിവിടെ പിരിയുന്നത്. MN ചന്ദ്രന്റെ 11ാമത് ചരമവാർഷിക അനുസ്മരണം സംഘടിപ്പിച്ച് പറവൂർ താലൂക്ക് സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക്. TJ വിനോദ് MLA ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക സാംസ്കാരിക സഹകരണ മേഖലകളിൽ നിറസാന്നിധ്യമായിരുന്ന MN ചന്ദ്രന്റെ 11ാമത് അനുസ്മരണം പറവൂർ താലൂക്ക് സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ നേതൃത്വത്തിൽ ബാങ്ക് ഹാളിൽ സംഘടിപ്പിച്ചു. എറണാകുളം MLA TJ വിനോദ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഒരു സഹപ്രവർത്തകനും നേതാവും നമ്മളെല്ലാം സ്നേഹിക്കുകയും ചെയ്ത ഒരു പൊതുപ്രവർത്തകനായിരുന്നു ശ്രീ MN ചന്ദ്രൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 1980 അദ്ദേഹം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായി കരുതുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് അങ്ങനെ ദീർഘകാലം ഇവിടെ സൂചിപ്പിച്ച ഒരു 3 പതിറ്റാണ്ട് കാലം കോൺഗ്രസിൻ്റെ പറവൂര് നേതൃത്വ സ്ഥാനത്ത് അദ്ദേഹം പ്രവർത്തിക്കുകയും ഏകദേശം VJ പൗലോസ് DCC പ്രസിഡന്റ് ആയിരുന്ന സന്ദർഭത്തിൽ ഒരു പുനഃസംഘടനയിലൂടെയാണ് അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മാറുന്നത്.
ഇപ്പോൾ സംഘടനാ രംഗത്ത് പാർട്ടിയെ ശക്തമായി മുന്നോട്ട് നയിക്കാൻ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു അസാമാന്യമായ കഴിവ് എന്നും ചന്ദ്രചേട്ടൻ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം ഒരു സഹകാരിയായിരുന്നു. സഹകരണ രംഗത്ത് ഇവിടെ സൂചിപ്പിച്ച പോലെ യാതൊരുവിധ ആക്ഷേപത്തിനും ഇടവരാത്ത രീതിയിൽ സഹകരണ രംഗത്ത് ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകാൻ അദ്ദേഹം. ബാങ്ക് പ്രസിഡന്റ് AD ദിലീപ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അദ്ദേഹം പറയാനുള്ളത് തുറന്നു പറയുകയും അതുപോലെ തന്നെ ബാങ്കിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി എനിക്ക് വേണ്ട നിർദ്ദേശങ്ങളും തന്ന ഒരു വ്യക്തിയാണ് ശ്രീ ചന്ദ്രചേട്ടൻ. അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ സാമൂഹ്യ കോൺഗ്രസ് രാഷ്ട്രീയത്തിലും SNDPയിലും പറവൂർ താലൂക്കിലെ എല്ലാ സ്ഥാപനങ്ങളുടെയും ഒരു കാലത്ത് ഉയർച്ചയ്ക്ക് ആ സ്ഥാപനങ്ങൾക്ക് വേണ്ട നേട്ടങ്ങളുടെ പിന്നിൽ MN ചന്ദ്രൻ്റെ കയ്യൊപ്പുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരള സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ TA നവാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. അന്ന് KSU പ്രസ്ഥാനത്തിൻ്റെ പറവൂർ താലൂക്ക് വൈസ് പ്രസിഡൻ്റായി എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ ആയ സമയത്ത് ഒരു ദിവസം എൻ്റെ അടുത്ത് പറയുന്നത്, എടാ നീ KSUവിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല, നീ കോൺഗ്രസിൻ്റെ കമ്മിറ്റിയിലേക്ക് വരാം. ഞാൻ പറഞ്ഞു, നീ യൂത്ത് കോൺഗ്രസ്സിൽ വന്ന് കോൺഗ്രസിലേക്ക് വരണ്ടേ? അതല്ല, നീ വൈകുന്നേരം വീട്ടിലേക്ക് പോവാ. അവിടെ വീട്ടിലേക്ക് എന്ത് കഴിഞ്ഞപ്പോൾ പുള്ളി എഴുതി വെച്ചേക്കാൻ ബ്ലോക്ക് കോൺഗ്രസ് എക്സിക്യൂട്ടീവിലേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞത് ബാക്കിയുള്ള സീനിയറൊന്നും നോക്കണ്ട, നീ അത് കാര്യങ്ങൾ കറക്റ്റായിട്ട് പോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ചെയ്യും. പിന്നെ സഹകരണ രംഗത്താണെങ്കിൽ തട്ടാമ്പടി സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ 25 വർഷം പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം. അതിനുശേഷം നടന്ന ഇലക്ഷനിൽ ചന്ദ്രചേട്ടൻ മാത്രമാണ് ജയിച്ചത്, ബാക്കി എല്ലാവരും തോറ്റുപോയി. അതുപോലെ ഈ ബാങ്കിൻ്റെ ആലുവ ബാങ്കിൻ്റെ ഭാഗമായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വൈഫ് അവിടെ ഡയറക്ടർ ബോർഡ് മെമ്പറായിരുന്നു. അതിനുശേഷം ചന്ദ്രചേട്ടനായി. അതിന് ശേഷമാണ് ഇവിടെ ബാങ്ക് പറവൂർ താലൂക്ക് കാർഷിക വികസന ബാങ്ക് എന്നുള്ള ലെവലിൽ വന്നപ്പോൾ അദ്ദേഹം ഇവിടെ ബോർഡ് മെമ്പറായി. ബാങ്ക് വൈസ് പ്രസിഡന്റ് KV പോൾ, ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, കോൺഗ്രസ് പറവൂർ ബ്ലോക്ക് പ്രസിഡന്റ് MS രജി, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ഡെന്നി തോമസ്, MA നസീർ, ശ്രീജിത്ത് മനോഹരൻ, MD മധുലാൽ, ബാങ്ക് സെക്രട്ടറി ഇൻചാർജ് ജയലക്ഷ്മി, മാഞ്ഞാലി സഹകരണ ബാങ്ക് പ്രസിഡന്റ് PS സക്കീർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തേലത്തുരുത്ത് പ്രിയദർശിനി സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ രാജീവ് ഗാന്ധി അനുസ്മരണം സംഘടിപ്പിച്ചു. മിൽമ എറണാകുളം മേഖലാ ചെയർമാൻ MT ജയൻ ഉദ്ഘാടനം ചെയ്തു. തേലത്തുരുത്ത് പ്രിയദർശിനി സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ 14 അഗതി കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തുകൊണ്ടാണ് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ അനുസ്മരണം സംഘടിപ്പിച്ചത്. തേലത്തുരുത്ത് ജംഗ്ഷൻ സമീപം നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം മിൽമ എറണാകുളം മേഖലാ ചെയർമാൻ MT ജയൻ നിർവഹിച്ചു. രാജീവ് ഗാന്ധിയുടെ നഷ്ടം ഇന്ത്യക്കും ഇന്ത്യയിലെ ജനകോടികൾക്കും ഒരിക്കലും മറക്കാൻ കഴിയുന്നതോ നികത്താൻ കഴിയുന്നതല്ല. ഇന്ന് രാജ്യം വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ജനം രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധിയെ പോലെയുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടി തീരുമാനങ്ങളെടുക്കുകയും രാജ്യത്തിൻ്റെ ഭരണഘടനയെ തൻ്റെ വിശ്വാസ പ്രമാണമായി കണ്ട് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെയും രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെയും ഒക്കെ തൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമായി നിലനിർത്തുക എന്നുള്ളത്, സംരക്ഷിക്കുക എന്നുള്ള ഏറ്റവും വലിയ ലക്ഷ്യമായി കണ്ട പ്രധാനമന്ത്രിമാരുടെ കൂട്ടത്തിൽ ആണ് ഇന്ദിരാഗാന്ധിയെയും രാജീവ് ഗാന്ധിയെയും ഒക്കെ ഇന്ത്യയിലെ ജനങ്ങൾ കാണുന്നത്. രാജീവ് ഗാന്ധി ഒരിക്കലും ശത്രു രാജ്യങ്ങളോ വിദേശ രാജ്യങ്ങളോ ആയോ സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കുന്ന ഒരു പ്രധാനമന്ത്രി ആയിരുന്നില്ല. അങ്ങനെ സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കുന്ന പ്രധാനമന്ത്രി ആയിരുന്നുവെങ്കിൽ എന്തും സംഭവിക്കട്ടെ എന്ന് കൈയും കെട്ടി നോക്കിയിരുന്നെങ്കിൽ രാജീവ് ഗാന്ധി അകാലത്തിൽ ഒരു നമ്മയൊക്കെ നടുക്കിക്കൊണ്ട് നമ്മളെ വിട്ടു പോകുമായിരുന്നില്ല. നേരത്തെ ആരെക്കൂട്ടം സൂചിപ്പിച്ചു, ശ്രീലങ്ക എന്ന് പറയുന്ന നമ്മുടെ തൊട്ടടുത്തുള്ള ആ ദ്വീപ് രാജ്യത്ത് നമ്മുടെ ശത്രു രാജ്യങ്ങൾ സൈനിക താവളമുറപ്പിച്ച് അവിടുത്തെ കലാപം മുതലെടുത്ത് സൈനിക താവളമുറപ്പിച്ച് ആ സൈനിക താവളത്തിൽ ശക്തി കേന്ദ്രീകരിച്ച് നമ്മുടെ രാജ്യത്തെ ആക്രമിക്കാൻ തകർക്കുവാൻ ശ്രമിക്കുന്നു എന്ന് മുൻകൂട്ടി കണ്ട രാജീവ് ഗാന്ധി ആ ശ്രീലങ്കയിലെ കലാപം അടിച്ചമർത്തുന്നതിനോടെ പട്ടാളത്തിൽ വിടുകയും ആ കലാപം അടിച്ചമർത്തി ആ ശ്രീലങ്കയിലെ ആ കലാപം അടിച്ചമർത്തി അവർ സമാധാനമുണ്ടാക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തോട് വൈരാഗ്യമുണ്ടായ തമിഴ് പുലികളുടെ സംഘടനകൾ പെരുമ്പത്തൂരിൽ വെച്ച് ചാവേർ കൊലയാളികളായി വന്ന് ഒരു പിടി ചാരമാക്കി രാജീവ് ഗാന്ധിയെ മാറ്റുകയാണ് ഉണ്ടായത്. സമിതി പ്രസിഡന്റ് VS അനിക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. രാജീവ് ഗാന്ധിയുടെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ 1000 പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് നാം ഇന്ന് അദ്ദേഹത്തിൻ്റെ അനുസ്മരണ ചടങ്ങ് ഇവിടെ നടത്തുകയാണ്. രാജ്യം കണ്ട ഏറ്റവും ദീർഘവീക്ഷണമുള്ള ഒരു പ്രധാനമന്ത്രിയായിരുന്നു രാജീവ് ഗാന്ധി. ഏറ്റവും ചെറുപ്പക്കാരനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, 46ാമത്തെ വയസ്സിൽ പ്രധാനമന്ത്രിയായി ഇന്ത്യയെ നയിച്ച അദ്ദേഹം ഒട്ടനവധി വിപ്ലവകരങ്ങളായ മാറ്റങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചു. ടെലികോം രംഗത്തും അതുപോലെയുള്ള രംഗങ്ങളിലുമെല്ലാം നൂതനങ്ങളായ ആശയങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ഇൻ്റർനെറ്റ് സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജീവ് ഗാന്ധിയാണ്. അദ്ദേഹത്തിൻ്റെ സ്മരണകൾ അയവിറക്കുമ്പോൾ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ മാതാവ് ഇന്ദിരാഗാന്ധി
തീവ്രവാദികളുടെ വെടിയേറ്റ് പിടഞ്ഞു വീണ് മരിച്ച ആ സമയത്ത് ഇന്ത്യയുടെ സാരഥ്യം ഏറ്റെടുക്കുവാൻ അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടി നിയോഗിക്കുകയും അദ്ദേഹം വളരെ ദീർഘവീക്ഷണത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ ആ ദുഃഖങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി അദ്ദേഹം സധൈര്യം മുന്നോട്ടിറങ്ങി. ഒരു സാധാരണ പൈലറ്റായി ജീവിതം നയിച്ചിരുന്ന അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷനാവുകയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുകയും ചെയ്തു. ആൽബി പുളിക്കൽ സ്വാഗതം പറഞ്ഞു. വാർഡ് മെമ്പർ സുമില ശിവൻ, കോൺഗ്രസ് നേതാക്കളായ PK ഉല്ലാസ്, ഡേവിസ് പനക്കൽ, അജിത്ത് പണിക്കാശ്ശേരി, ഷജിൻ ചിലങ്കര, MR സുരേഷ്, KA ഷിബു, VS സാംസൺ, ലിജോ ജോർജ്, എബിൻ ആരണി, സമിതി സെക്രട്ടറി ജൻസൺ അവിട്ടംപിള്ളി തുടങ്ങിയവർ സംസാരിച്ചു. ടെൽക്കിനെ ലാഭത്തിലാക്കണമെന്നും ബാംബു കോർപ്പറേഷനെ സംരക്ഷിക്കണമെന്നും മന്ത്രി P രാജീവ് അങ്കമാലിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം പറഞ്ഞത്. കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് കഴിഞ്ഞ വർഷം കമ്പനിയുടെ വിറ്റുവരവിൽ കുറവ് സംഭവിച്ചിരുന്നെന്നും എന്നാൽ 2023-2024 സാമ്പത്തിക വർഷം 2.85 കോടി രൂപയുടെ ലാഭമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്നും അടുത്ത സാമ്പത്തിക വർഷത്തെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോവുകയാണെന്നും മന്ത്രി പറഞ്ഞു. കമ്പനിക്ക് മികച്ച ഓർഡറുകൾ ലഭിക്കുന്നുണ്ടെന്നും പ്രവർത്തന മൂലധനത്തിന്റെ പ്രതിസന്ധി മറികടക്കുന്നതിന് 40 കോടി രൂപ വായ്പ എടുക്കുന്നതിന് സർക്കാർ അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ബാംബു കോർപ്പറേഷനിലെ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നതിനായി 1 കോടി രൂപ വായ്പ അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. അങ്കമാലി ടെൽക്കിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് സഹായം നിലയിൽ 40 കോടി രൂപ വായ്പ എടുക്കുന്നതിനുള്ള ഗ്യാരണ്ടി നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ യൂണിയൻ ഗവൺമെന്റിന്റെ സമീപനം അനുസരിച്ച് പബ്ലിക് സെക്ടറിൽ എടുക്കുന്ന ഗ്യാരണ്ടി പോലും ഗവൺമെൻറ്റിൻ്റെ ബോറോയിങ് ലിമിറ്റിനകത്ത് ഉൾപ്പെടുന്ന പ്രതിസന്ധിയുണ്ട്. എങ്കിൽ പോലും ടെൽക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് അതിനാവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം അവർക്ക് ബാങ്കിൽ നിന്ന് സ്വീകരിക്കാൻ ഗവൺമെൻറ് ഗ്യാരണ്ടി നൽകി കഴിഞ്ഞു. പിന്നെ ഒഴിഞ്ഞു കിടക്കുന്ന ഗവൺമെൻറ് അംഗീകരിച്ച തസ്തികകളെല്ലാം തന്നെ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വഴി നിയമനം നടത്താനുള്ള നടപടികൾ ഇവർ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ബാംബു കോർപ്പറേഷനും വലിയ പ്രതിസന്ധിയിലായിരുന്നു. നിങ്ങൾക്കറിയാവുന്ന പോലെ നേരത്തെ GST കളക്ട് ചെയ്യുന്നത് അടയ്ക്കാത്തതുകൊണ്ട് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് ഗവൺമെൻറ് അതിനാവശ്യമായ സഹായം പ്രത്യേകമായി നൽകി GST പ്രശ്നത്തിൽ നിന്ന് ബാംബു കോർപ്പറേഷന് അതിൽ നിന്ന് പരിഹരിക്കാൻ കഴിഞ്ഞു. വീണ്ടും പ്രൊഡക്ഷനിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും പ്രതിസന്ധി ശക്തമായി തന്നെ സ്ഥാപനം നേരിടുന്നുണ്ട്. ശമ്പളം കൊടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് കൂടി പരിഗണിച്ച് ഗവൺമെൻറ് ബഡ്ജറ്റിൽ നൽകിയിട്ടുള്ള ഫണ്ട് ലഭിക്കുമ്പോൾ തിരിച്ചു കൊടുക്കണമെന്ന വ്യവസ്ഥയോടുകൂടി ഇപ്പോൾ 1 കോടി രൂപ പ്രത്യേകം ശമ്പളം നൽകുന്നതിന് വേണ്ടി ബാംബു കോർപ്പറേഷന് അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ KPPL പുതിയ സ്ഥാപനം കേരളത്തിലെ എല്ലാ പത്രങ്ങളും ഇപ്പോൾ KPPLൻ്റെ ന്യൂസ് പ്രിൻ്റ് ഉപയോഗിച്ചിട്ടാണ് എല്ലാ പത്രങ്ങളും തന്നെ അച്ചടിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളും TCC മാത്രമാണ് ഇപ്പോഴത്തെ മാർക്കറ്റിലുണ്ടായ ഇടിവ് മൂലം ഒരു പ്രതിസന്ധി അഭിമുഖീകരിച്ചിട്ടുള്ളത്. മറ്റെല്ലാ സ്ഥാപനങ്ങളും തന്നെ നല്ല രീതിയിൽ പ്രവർത്തനത്തിലേക്ക് പോയിട്ടുണ്ട്. കൊടുക്കണം. അതാണ് ഇപ്പോൾ KSEBയിൽ ചർച്ച പ്രൈസ് വേരിയേഷൻ വേണം നമ്മൾ പറയുന്നത്. നമ്മുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് കോവിഡ് അനന്തരം റോ മെറ്റീരിയലിൻ്റെ പ്രൈസ് വല്ലാതെ വരും. നമുക്കുള്ള പ്രൈസ് നേരത്തെ നമ്മൾ ടെൻഡർ വിളിച്ചിടുന്നതാണ്, ആ പ്രൈസിൽ കൊടുക്കണം. അപ്പോൾ ട്രാൻസ്ഫോമർ എത്ര കൂടുതൽ കൊടുക്കുന്നോ അത്രയും കൂടുതൽ നഷ്ടമുണ്ടാവും. അതാണ് ഉള്ളൊരു പ്രശ്നം. അത് ഇവരുടെ കുഴപ്പം കൊണ്ട് സംഭവിച്ചതല്ല. പെട്ടെന്ന് കോവിഡിന് ശേഷം റോ മെറ്റീരിയൽ വലിയ വർധനവുണ്ട്. കേരളത്തിലെ മാത്രമല്ല, ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മൾ നന്നായി മാർക്കറ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നു. ആന്ധ്രയുടെ, തെലങ്കാന, UP എല്ലാം ട്രാൻസ്ഫോമർ കൂടുന്നാണ് കൊടുക്കുന്നത്. എല്ലാവർക്കും ഇത്തരം പ്രശ്നം നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഘട്ടം മറികടക്കണം. എന്നിട്ടാണ് പിന്നെ വീണ്ടും നമ്മൾ ഇപ്പോഴത്തെ ഓർഡറുകൾ പോകുമ്പോൾ നല്ല രീതിയിൽ പോകാൻ കഴിയുന്നതാണ് കണക്കാക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത 66 പറവൂർ പാലം ഉയർത്തി നിർമ്മിക്കുവാൻ ധാരണയായി. ഡെപ്യൂട്ടി കളക്ടറും NH ഓറിയന്റൽ കമ്പനി ഉദ്യോഗസ്ഥരുമടങ്ങിയ സംയുക്ത പരിശോധനയിലാണ് തീരുമാനം. MN ചന്ദ്രന്റെ 11ാമത് ചരമവാർഷിക അനുസ്മരണം സംഘടിപ്പിച്ച് പറവൂർ താലൂക്ക് സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക്. TJ വിനോദ് MLA ഉദ്ഘാടനം ചെയ്തു. തേനത്തുരത്ത് പ്രിയദർശിനി സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ രാജീവ് ഗാന്ധി അനുസ്മരണം സംഘടിപ്പിച്ചു. മിൽമ എറണാകുളം മേഖലാ ചെയർമാൻ MT ജയൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നാളെ ഇതേ സമയം LG വിഷനിൽ. നമസ്കാരം.